കാണുന്നതിന്റെ കാര്യം എന്തായി സാർ? അത് പണി കഴിഞ്ഞിട്ടില്ല. എന്താ മണ്ടു, പണി കഴിഞ്ഞതൊക്കെയാണ് നമ്മളിപ്പോ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നോക്കണ്ട, മണ്ടു ഒരു ഡേറ്റ് അങ്ങ് കുറിച്ചോ. സാറേ അത് പറഞ്ഞപ്പോഴേ ആ വെള്ളിനേടി പഞ്ചായത്ത് ഓഫീസില്ലേ, അത് എന്ന് വേണേലും ഉദ്ഘാടനം ചെയ്യാം. അതൊക്കെ മണ്ടു ഡേറ്റ് അങ്ങ് നോക്കി എന്നോട് ചോദിക്കണ്ട, അത് ഉചിതമായ ഡേറ്റ് നോക്കി അങ്ങ് ഫിക്സ് ചെയ്തു. സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ ആഴ്ച. ചെയ്തല്ലേ ഈ ദിവസം 4-5 ഉദ്ഘാടനം ആകുമ്പോ ഏത് ചെയ്തില്ല എന്നൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷനാണ്. നമുക്കേ ബാക്കി ചെയ്യാനുള്ള ഉദ്ഘാടനങ്ങളുടെ ഡേറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യട്ടോ. പിന്നെ മെമ്പർ കൊല്ലം ജില്ലയിൽ കൊട്ടിയത്തിനും ചാത്തന്നൂരിനും ഇടയിൽ മൈലക്കാട് ഇറക്കത്തിലാണ് ദേശീയപാത തകർന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. സർവീസ് റോഡ് ആഴത്തിലാണ് വിണ്ടു കീറിയത്. 36 കുട്ടികളുമായി പോയിരുന്ന സ്കൂൾ ബസ്സും കാറുകളും എല്ലാം ഈ വെള്ളലിൽ കുടുങ്ങിയെങ്കിലും വളരെ അത്ഭുതകരമായിട്ടാണ് അവരൊക്കെ രക്ഷപ്പെട്ടത്. ഒരുപാട് ആൾക്കാരുടെ ജീവനുകൾ പൊലിയേണ്ട സംഭവങ്ങളാണ് നടന്നത്. കഴിഞ്ഞയിടയ്ക്കാണ് ഇതുപോലെ തന്നെ ദേശീയപാതയുടെ നിങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞാണ് യാതൊരു സുരക്ഷയുമില്ലാതെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഇങ്ങനത്തെ ദേശീയപാതകൾ, ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ആർക്കാണ്? റോഡുകളിൽ തന്നെ ഒരുപാട് ജീവനുകളാണ് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ആവർത്തനം നടക്കുന്നു. വെള്ളമില്ലേ? അവിടെ നിൽക്കുന്നവരത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. മാറുക, അങ്ങോട്ടല്ല, അവിടുന്ന് തെന്നി ഞാൻ അകത്തോട്ട് പോകും. ബാഗ് കൊണ്ടുപോകും. മറ്റേ ഇത് പോയിട്ട് നമുക്ക് ബാഗ് കൊണ്ടുപോകും. അവിടെ നിൽക്കുന്നവരത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. മാറുക, അങ്ങോട്ടല്ല, അവിടുന്ന് തെന്നി ഞാൻ അകത്തോട്ട് പോകും. ബാഗ് കൊണ്ടുപോകും. മറ്റേ ഇത് പോയിട്ട് നമുക്ക് ബാഗ് കൊണ്ടുപോകും.